ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാനൊരു ഈസി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡ് ബോൾസ്. ബ്രെഡ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യമേ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ടിതൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാവുന്നതാണ്. മധുരം അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്താലും മതി. ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. വാനില എസൻസ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസ്, അതായത് ബ്രെഡ് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അല്ലാതെ ബ്രെഡ് ക്രംസ് വാങ്ങിക്കാനും കിട്ടും. ഇത് ഞാനിപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് 3 പഴം ചെറുതായി അരിഞ്ഞത്. ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാലിപ്പൂവൻ അല്ലെങ്കിൽ ഏത്തപ്പഴം എടുത്താലും മതി. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് ബോൾസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. ഇനി ഇതിൽ നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ബ്രെഡ് ക്രംസ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാര്യം പഴം ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ വെള്ളം പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് കൈകൊണ്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന പാകത്തിന് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ കയ്യിലൊരല്പം എണ്ണ തടവിയതിന് ശേഷം ഓരോ ബോൾസായിട്ട് നമുക്ക് ഈ മിക്സ് ഉരുട്ടിയെടുക്കാം. എന്നിട്ടത് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബോൾസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. ഇതിന് നമുക്ക് നട്ട്സും കൂടെ ഇടുന്നതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. പിന്നെ നട്ട്സ് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതുമാണ്. ഇതെല്ലാം ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമുക്ക് ഈ ബ്രെഡ് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം വേണം ബ്രെഡ് ബോൾസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് ബോൾസിൻ്റെ കളറ് ചേഞ്ച് ആവുകയും ചെയ്യും, ഉള്ളിൽ വെന്ത് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബ്രെഡ് ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്രൈ ആയി കിട്ടണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ വെച്ചാലേ ഉള്ളു വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഒരുപാട് എണ്ണയൊന്നും ആവുകയില്ല. പിന്നെ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് ബോൾസും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾസ് എല്ലാം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.